കാർബോഹൈഡ്രേറ്റ്സിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒസാസോൺ റിയാക്ഷൻ ആണ്. ഒസാസോൺ റിയാക്ഷൻ എന്ന് പറയുന്നത് പല ടൈപ്പ് മോണോസാക്കറൈഡ്സിനെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മോർഫോളജിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് മോണോസാക്കറൈഡ്സിൻ്റെ റെഡ്യൂസിങ് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു റിയാക്ഷനാണ് ഒസാസോൺ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. ഒന്ന്, മോണോസാക്കറൈഡ്സ് ഇൻവോൾവ് ആണ്. രണ്ട്, റെഡ്യൂസിങ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഓരോ മോണോസാക്കറൈഡിനെയും മോർഫോളജിക്കലി നമുക്ക് ഈ റിയാക്ഷൻ്റെ ബേസിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ഒരു പൊടി കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഗ്ലൂക്കോസ് ആണോ ഫ്രക്ടോസ് ആണോ അല്ല ലാക്ടോസ് ആണോ എന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതേസമയം ഒസാസോൺ റിയാക്ഷനിലൂടെ ഫോം ചെയ്യുന്ന മോർഫോളജിക്കലി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രെസിപ്പിറ്റേറ്റ് വെച്ചിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഏത് ഷുഗറാണ് നമ്മളെ കയ്യിലുള്ളത് എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് ഒസാസോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ കെമിക്കൽ ടെസ്റ്റ് ദറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് റെഡ്യൂസിങ് ഷുഗേഴ്സ് ഇൻ ദി ഒസാസോൺ റിയാക്ഷൻ. ഓക്കെ, ഇപ്പം ഒസാസോൺ റിയാക്ഷൻ എന്ന് പറയുന്നത് it's a kind of chemical test that is used to detect different types of reducing sugars. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒസാസോൺ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫ്രീ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അത് എപ്പോഴും ഫ്രീ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ഫ്രീ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ സൈക്ലിക് ഫോമിലാണ് ഉണ്ടാവുക. എ സൈക്ലിക് ഫോം എന്ന് പറയുന്നത് സ്ട്രേറ്റ് ചെയിൻ ഫോം അല്ലേ. അപ്പം അതാവുമ്പോൾ ആൽഡോ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ടെർമിനലി പൊസിഷൻഡ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? ഈ പറയുന്ന റിയാക്ഷൻ ഉണ്ടാവും. അപ്പം ആൽഡോ ഷുഗേഴ്സ് ആയിട്ടാണ് ഈ പറയുന്ന റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പം ഇനി അതൊരു കീറ്റോ ഷുഗർ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഗെറ്റ് ഐസോമറൈസ്ഡ് ടു ആൽഡോസ് ആൻഡ് വിൽ ബി ഗിവിങ് ദി റിയാക്ഷൻ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഒരു ഹെക്സോ ഷുഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട്, ഓക്കെ, ഒരുവിധം എല്ലാ എക്സോ ഷുഗേഴ്സും യു വിൽ ഫൈൻഡ് ദറ്റ് ഈസ് ഹാവിങ് ദ സിമിലർ കൈൻഡ് ഓഫ് മോർഫോളജിക്കൽ ഡയമെൻഷൻ ഇൻ ഒസാസോൺ. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ആ ഒരു അപ്പിയറൻസ് വരാൻ കാരണം. പക്ഷെ സ്റ്റിൽ ഐസോമറൈസ്ഡ് ഫോം ആണെങ്കിൽ പോലും വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് ആ ഷേപ്പ് ഫോർമേഷന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Okay, so ozazone is formed when acyclic aldo sugars are treated with a phenyl hydrazine in an acidic medium. Okay, the free aldehyde group എപ്പോഴും എവിടെ ഉണ്ടാവുക? ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ടെർമിനലി പൊസിഷനിലായിട്ടുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പിനെയാണ് പറയുന്നത്. ഇപ്പം സൈക്ലിക് ഫോം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെയാണ്. ഇവിടെ ഓ ഉണ്ടാവും അല്ലേ, CHOH CO, ഇവിടെ ഒരു സി ഉണ്ടാവും ആൻഡ് ഇറ്റ്സ് വിൽ ഹാവ് CHOH. ഇങ്ങനെ ഒരു സൈക്ലിക് ഫോമിൽ ഇങ്ങനെ ബോണ്ടഡ് ആണ്. ഇതിൻ്റെ കാർബൺ ഇവിടെ ടെർമിനലി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എപ്പോഴും 6th കാർബൺ മാത്രമേ പുറത്തേക്ക് നിൽക്കുകയുള്ളൂ സൈക്ലിക് ഫോമിൽ, ബാക്കിയൊക്കെ അകത്താണുള്ളത്. അപ്പോൾ ഫസ്റ്റ് കാർബൺ അടക്കം അകത്താണുള്ളത്. അപ്പം അസൈക്ലിക് ഫോം അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ഫോം അല്ലെങ്കിൽ സ്ട്രേറ്റ് ചെയിൻ ഫോം എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എപ്പോഴും ടെർമിനൽ പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ അസൈക്ലിക് സ്ട്രേറ്റ് ചെയിൻ ഫോംസ് ആണ് ഈ റിയാക്ഷനിൽ ഇൻവോൾവ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഗ്രൂപ്പ് എക്സിസ്റ്റ് ഇൻ അസൈക്ലിക് ആൻഡ് ഇറ്റ് ക്യാൻ റിയാക്ട് വിത്ത് ഫീനൈൽ ഹൈഡ്രോസിൻ. അപ്പോൾ ഫീനൈൽ ഹൈഡ്രോസിനുമായിട്ട് ആൽഡോ ഷുഗേഴ്സിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് റിയാക്ട് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഒരു റിയാക്ഷൻ നടക്കുന്നത്. സോ ഒസാസോൺ ടെസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഓക്കെ, എപ്പോഴും റെഡ്യൂസിങ് ഷുഗർ മാത്രം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റിഡക്ഷൻ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒസാസോൺ ടെസ്റ്റ് ഉള്ളത് എന്നുള്ളത്. ഓക്കെ, റെഡ്യൂസിങ് ഷുഗേഴ്സ് ബേസ്ഡ് ഓൺ ദ അപ്പിയറൻസ് ടൈം ഓഫ് ദി കോംപ്ലക്സ്. Now phenyl hydrazine is used as a reagent in this reaction, hence the test is also known as the phenyl hydrazine test. ഒസാസോൺ ടെസ്റ്റിന്റെ വേറൊരു പേര് അല്ലെങ്കിൽ ഒസാസോൺ റിയാക്ഷന്റെ വേറൊരു പേര് ഫീനൈൽ ഹൈഡ്രസീൻ റിയാക്ഷൻ അല്ലെങ്കിൽ ഫീനൈൽ ഹൈഡ്രസീൻ ടെസ്റ്റ് എന്നായിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഗ്ലൂക്കോസ് ആയാലും ഫ്രക്ടോസ് ആയാലും അതുപോലെ തന്നെ മാനോസ് ആയാലും ഗാലക്ടോസ് ആയാലും ഒക്കെ നീഡിൽ ഷേപ്പ്ഡ്, സൈലോസ് ആയാലും നീഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒസാസോൺസ് ആണ് ഫോം ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ക്ലംബിങ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ക്ലംബിങ് അല്ലേ. അപ്പം ഇത് ഉള്ളത് പോലെയല്ല, ഇത് എല്ലാറ്റും നീഡിൽ ഷേപ്പ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ അപ്പിയറൻസ് എന്ന് പറയുന്നത് മാറ്റാണ്.
എനിവേ നീഡിൽ ഷേപ്പാണ്. അപ്പം എല്ലാ എക്സോ ഷുഗേഴ്സും ഒരുവിധം എല്ലാം നീഡിൽ ഷേപ്ഡ് ആയിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞു ഐസോമറൈസേഷൻ അതിനിടക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ മാൾട്ടോസിലേക്ക് പോവുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് സൺഫ്ലവർ ഷേപ്ഡ് ആണ് അല്ലേ. ഇങ്ങനെ സൺഫ്ലവർ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാടത്ത് വിരിഞ്ഞേക്കുന്ന സൺഫ്ലവറിന്റെ അപ്പിയറൻസ് വിചാരിക്കരുത്. ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് അതിന്റെ പെറ്റൽസ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു ഒറിജിനൽ സൺഫ്ലവർ പോലെ വളരെ വലിയ ഇങ്ങനെ ഒരു ഷേപ്പ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. സോ ഇതല്ല ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഉദ്ദേശിക്കുന്നത് സൺഫ്ലവർ ഷേപ്പ് കൊണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ സൺഫ്ലവർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് മാൾട്ടോസിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റാം. മാൾട്ടോസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സ്റ്റാർച്ചിന്റെ അല്ലേ, സ്റ്റാർച്ച് ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡൈസാക്രൈഡ് ആണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആൽഫ 1,4 ലിങ്കേജ് വഴി വേറൊരു ഗ്ലൂക്കോസുമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പം ഇതാണ് മാൾട്ടോസ് എന്ന് പറയുന്നത്. സ്റ്റാർച്ചിന്റെ ഹൈഡ്രോലൈസ്ഡ് പ്രോഡക്റ്റ്, ഹൈഡ്രോലൈസ്ഡ് ഡൈസാക്രൈഡ് ആണ്. അപ്പൊ മാൾട്ടോസിന്റെ കേസിൽ സൺഫ്ലവർ ഷേപ്ഡ് ആയിട്ടുള്ള സംഗതി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്കറിയാം ഗാലക്ടോസും ഗ്ലൂക്കോസും ചേർന്നിട്ടുള്ള ആളാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാക്ടോസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹാവ് എ കോട്ടൺ ബോൾ ഷേപ്പ്. കോട്ടൺ ബോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും, അടുത്തത് ഇങ്ങനെ ഉണ്ടാവും. ഒരു കോട്ടൺ ബോൾ എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത് അതുപോലെ അടുത്തത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ. ഈ ഒരു അപ്പിയറൻസ് ആണ് കോട്ടൺ ബോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഇതിനെയാണ് ഇത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും ലാക്ടോസ് ആണ് എന്നുള്ളത്. കോട്ടൺ ബോൾ ഷേപ്ഡ് ആയിട്ട് ലാക്ടോസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇങ്ങനെ മോർഫോളജിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഓസാസോണിൽ ഉണ്ടാവുക. ഡിപ്പെൻസ് ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെഡ്യൂസിങ് ഷുഗേഴ്സ്. എല്ലാ എക്സോ ഷുഗറിനും നീഡിൽ ഷേപ്ഡ് ആയിട്ട്, മോണോസാക്രൈഡ്സിന് നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഡൈസാക്രൈഡിലേക്ക് പോകുമ്പോൾ യു വിൽ ഫൈൻഡ് കോട്ടൺ ബോൾ ഷേപ്പ് ഇൻ ലാക്ടോസ് ആൻഡ് സൺഫ്ലവർ ഷേപ്പ് ഇൻ കേസ് ഓഫ് ദി മാൾട്ടോസ്. ക്ലിയർ അല്ലേ? നൗ എന്താണ് ഓസാസോണിന്റെ റിയാക്ഷന്റെ പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തിന്റെ ബേസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. സോ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഓസാസോൺ റിയാക്ഷൻ.